ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് പറഞ്ഞിട്ട് ഒരു ലോങ് വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇന്ന് കോളേജിൽ നിന്ന് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വിസിറ്റിന് പോവാണ് ഞങ്ങൾ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇറങ്ങുമ്പോൾ നന്നായിട്ട് ലേറ്റായിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനവിടെ എത്താനായിട്ട് കുറച്ച് വൈകിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ആ വണ്ടിയിലൊക്കെ കയറി ഇരുന്ന് നമ്മൾ നേരെ പോവാണ്. അപ്പോൾ ഞാൻ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ 1-ാം തീയതി ആയതുകൊണ്ട് മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു, കയ്യിൽ മൈലാഞ്ചി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നിർത്തിയത് പിന്നെ നേരെ പോയി. അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ അവിടെ എവിടെയെങ്ങാണ്ട് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു ചായയല്ല, ജസ്റ്റ് അത് കഴിക്കാൻ വാങ്ങിക്കാനും ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളവിടുത്തെ എവിടെയോ നിർത്തിയിട്ടുണ്ടായിരുന്നു, സ്ഥലത്തിൻ്റെ പേര് ഓർമ്മയില്ല ഗൈസ്, ഇവിടെയാണ്. അപ്പോൾ അവിടുത്തെ ടാക്സി ചേട്ടന്മാരായിട്ട് ഞങ്ങളിങ്ങനെ കമ്പനി അടിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. അവരെ കൂടെ പോണേ, എന്തൊക്കെയാണ് ചെയ്യണത് നിങ്ങൾ എന്നൊക്കെ ചോദിച്ച് ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വീട് എടുക്കുന്ന സമയത്ത് അവരും കൂടി എടുത്തോ മോളെ എന്ന് പറഞ്ഞ ചേട്ടന്മാർ. പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് വണ്ടിയിലേക്ക് കയറി പഴംപരയൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയാണ് ഗൈസ്. പോണ വഴി ഞങ്ങൾ എവിടേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്താമ്പിള്ളിക്കാണ് പോണത്. ഈ നെയ്ത്ത് സാധനങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലമുള്ളൂ, നമ്മുടെ സെറ്റ് മുണ്ടൊക്കെ നമ്മൾ നെയ്യണ സ്ഥലം. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോണത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ അപ്പന്മാരിടുന്നതാ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തൊക്കെ നോക്കിയായിരുന്നു. പിന്നെ മിസ്സുമാർ ഞങ്ങൾ ഫാഷൻ ഡിസൈനിങ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുന്നതിൽ. അപ്പോൾ ഇങ്ങനെ ഇത് എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ എന്താ പറയുക, ഇതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യണ കാര്യങ്ങൾ, പിന്നെ ഇത് എടുക്കണത് അതെങ്ങനെയാണ്, ഒരു തുണി എങ്ങനെയാണ് ഉണ്ടായി വരണേ നൂലിൽ നിന്ന് എന്നൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ മിസ്സുമാർ അവിടെ നിന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ചേച്ചിയാണെങ്കിൽ ഓരോ നൂലും ഇങ്ങനെ പിരിച്ച് അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ആക്കാൻ വേണ്ടിയിട്ട് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി അവിടെ. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ഫുള്ള് ഇങ്ങനെ ഇരുന്ന് നന്നായിട്ട് നോക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലാക്കി പണി കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഫുൾ എല്ലായിടത്തും നടന്ന് ഇങ്ങനെ നന്നായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങളത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ തന്നെ വേറൊരു സ്ഥലം കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി അപ്പുറത്തൊക്കെ പോകണം, കുറേ സ്ഥലത്ത് ഞങ്ങൾ പോകാനുണ്ട് ഇനി. അപ്പോൾ ഞങ്ങളിതാ നേരെ ഇറങ്ങി അവിടേക്ക് അപ്പുറത്ത് ഈ നെയ്ത്ത് തുണികൾ പ്രിൻറ്റ് ചെയ്യുന്ന സ്ഥലമുണ്ട്, പ്രിൻറ്റിങ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ ഓരോ ഡിസൈൻസിൽ പ്രിൻറ്റ് ചെയ്തിട്ടില്ലേ സെറ്റ് മുണ്ടൊക്കെ, അപ്പോൾ അതേപോലെ പ്രിൻറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് എന്ന് പറയുമ്പോൾ വലിയൊരു ടേബിളാണ് ഇവിടെ കിടക്കേണ്ടത്. പിന്നെ നമ്മൾ ആ നെയ്ത്ത് കഴിഞ്ഞാൽ സെറ്റ് മുണ്ടൊക്കെ ഉണ്ടല്ലോ, ഇവിടെ വിരിച്ചിട്ടിട്ട് നമുക്ക് ഇങ്ങനെ പെയിൻറ്റ് ടെക്സ്റ്റൈൽ പ്രിൻറ്റിങ് എന്ന് പറയും ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ ഡിസൈൻസ് അതിനകത്ത് ഉണ്ടാവും. ആ ഡിസൈൻസിൽ നമ്മളിങ്ങനെ സാരി ഇങ്ങനെ വിരിച്ചിടും. ഒരു പശ പോലെ ഉണ്ടാവും അതിനകത്ത്. അതിങ്ങനെ വിരിച്ചിട്ട് നമ്മൾ ഇതേപോലെ പ്രിൻറ്റ് ചെയ്തെടുക്കും. പ്രിൻറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ഒരു പെയിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനത്തെ ഒരു അച്ചുണ്ട്. ഈ അച്ചിനകത്ത് നമ്മൾ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഇങ്ങനെ ഓട്ടയൊക്കെയാണല്ലോ, കണ്ടില്ലേ, ഒരു പിങ്ക് കളർ, അവിടെ മാത്രം നമുക്കിങ്ങനെ പെയിൻ്റ് ആവത്തുള്ളൂ. അപ്പോൾ നേരെ ആ ഒരു ഡിസൈനിൽ ലൈനായിട്ട് കിട്ടിക്കോളും. നമുക്ക് ഈ ചേച്ചിമാർക്കാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ആൾ വേഗം ഇങ്ങനെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല ഡിസൈൻസ് ഇവിടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ടേബിളുണ്ട്. അപ്പോൾ ഓരോ ടേബിളിലും ഓരോ ഡിസൈൻസ് വെച്ചിട്ടാണ് അവിടെ ചേച്ചിമാർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, സാരി ഇങ്ങനെ അതിനകത്ത് പശയിനകത്ത് തേച്ച് നല്ല ഇതാക്കി വെക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഒരു താമരയായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ, ആ ഒരു കസുവിൻ്റെ അതിനകത്ത് നല്ലൊരു പച്ച താമരയൊക്കെ വന്നിട്ട് അവർക്കൊരു എക്സ്പീരിയൻസ് ആയിട്ട് അവർ വേഗം ചെയ്തിട്ട് പോകുന്നുണ്ട്. നമ്മളതൊക്കെ ചെയ്തൊക്കെ നോക്കിയായിരുന്നു. എൻ്റെ ബാക്കിൽ വിരിച്ചിട്ടേക്കണത് അവർ പെയിൻറ്റ് ചെയ്ത് ഉണക്കാൻ വേണ്ടി വിരിച്ചിട്ടേക്കണതുണ്ടോ. ഇത് ഉണങ്ങാൻ വേണ്ടി അത്യാവശ്യം കുറച്ച് ടൈമൊക്കെ എടുക്കും. അപ്പോൾ അവർ ഉണക്കാൻ വേണ്ടി അങ്ങനെ കുറേ ചെയ്തിട്ട് വിരിച്ചിട്ടിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഇതാണ് എന്നിട്ട് അവർ ഇങ്ങനെ ഓരോ പല കളറിലും ഇങ്ങനെ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. പല സൈസ് താമരയല്ല, ഒരു സൈസ് താമര പ്രിൻ്റ് തന്നെ പല കളറിലായിട്ട് അവർ ആ സെറ്റ് മുണ്ടിൽ ഇങ്ങനെ ചെയ്തിട്ടിട്ടുണ്ട്. ആ ഒരു സെറ്റ് മുന്നകത്ത് ഒരു 3 ഡിസൈൻസെങ്കിലും ഉണ്ടാവും. അങ്ങനെയാണ് ചെയ്തിട്ടാണത്. പിന്നെ ഞങ്ങളുടെ ഒരു സെക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾ ഇത് വേറെ എവിടേക്കാന്ന് വെച്ചാൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോണ വിളിക്കുകയാണെങ്കിൽ ഇവിടെ നിറച്ച് തെന്നലുണ്ട് ഗൈസ്. അവിടെ ഒരു ഇറക്ക സ്ഥലമായതുകൊണ്ട് ഇവന് കോൺക്രീറ്റ് പക്ഷേ അവിടെ നല്ല തെന്നലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിടിച്ചാണ് ഗൈസ് നടക്കുന്നത്. ഞാൻ സിസ്റ്റർ കൂടിയിട്ട് കണ്ടില്ലേ, ഇവിടെ നന്നായിട്ട് ഇങ്ങനെ ഇതുണ്ട്. എന്തൊക്കെ പറയാൻ എന്താണാവോ, അതൊക്കെ ഉണ്ട്. അതേണ്ടിയാ ഗൈസ് ഞങ്ങളിതാ തിരിച്ച് നടക്കാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഇവിടെ മറ്റേ ചർക്ക സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഞങ്ങൾ നേരെ പോയത് അവരൊക്കെ ഇങ്ങനത്തെ ഷോപ്പുണ്ട്,
എടുത്ത് കഴിഞ്ഞ തുണികളിങ്ങനെ അവരവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ അതൊക്കെ നോക്കാൻ വേണ്ടി പോകാമെന്നു. നമുക്കത് അവിടുത്തെ അവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. ഇവർ നെയ്ത്ത് കഴിഞ്ഞ് കൊണ്ടുവച്ചാണ് സാരികൾ. നമുക്ക് ഇവിടെ നിന്നാണ് വാങ്ങിക്കേണ്ടത് നമുക്ക്. അപ്പോൾ ഇതാ ഇവിടെ കുറേ പട്ട് സാരികളും അതേപോലെ ഫാഷൻ സാരികളും സെറ്റ് മുണ്ടുകൾ അങ്ങനത്തെ ഇപ്പോൾ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ മുകളിലൊക്കെ കയറി എന്നിട്ടൊക്കെ ഇവിടെ ഉണ്ട് എന്നിങ്ങനെ ഞങ്ങൾ നോക്കി നടക്കായിരുന്നു ഗൈസ്. എല്ലാവരും ചിലരൊക്കെ വാങ്ങിച്ചു, ഞാനൊന്നും വാങ്ങിച്ചില്ല കേട്ടോ പറ പോയിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്നിങ്ങനെ നോക്കി ഭംഗിയുണ്ട് അത് ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നടക്കായിരുന്നു ഗൈസ്. കണ്ടില്ലേ ഗൈസ് ഇന്നത്തെ സ്ഥിതി കാണാനായിട്ട് ഇഷ്ടമായി. ഞങ്ങൾ വെറുതെ വെച്ച് നോക്കും ഗൈസ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഗൈസ്. ഇത് നല്ല ഉടുക്കാൻ നല്ല രസമായിരിക്കും. പിന്നെ ഞങ്ങൾ സെൻറ്റ് മുണ്ടിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കുറേ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ പ്രിൻ്റ് ചെയ്തത് വെച്ചിട്ടുണ്ട്. ഇതിൽ വർക്ക് ചെയ്തത്, ആര്യ വർക്ക് ചെയ്തത്, എംബ്രോയ്ഡറി ചെയ്തത്, ഇതൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുന്താണി വശമാണ് കേട്ടോ ഇതാ ഈ കാണുന്നത്. നല്ല വർക്ക് ഒരു കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്ന ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതാണ്, ഇത് നമ്മൾ പഠിച്ചതാണെന്നൊക്കെ നമുക്കൊരു തോന്നി വരില്ലേ. അതാണ് ഗൈസ് ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തതാ ഇവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഗൈസ്. അവർ സാരിയൊക്കെ എടുത്തിട്ട് വരട്ടെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ നേരെ വണ്ടിയിലൊക്കെ കയറി ഞങ്ങളിതാ വേറെ എവിടേക്കോ പോവാണ് ഗൈസ്. ഇവിടെ എന്തോ അവിടെ മറ്റേ ശൃംഗാരവേലൻ ഷൂട്ട് ചെയ്ത സ്ഥലമൊക്കെ ഉണ്ട്, അതിവിടെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയി ഇങ്ങനെ കണ്ടു. പിന്നെ അവിടുത്തെ AR എന്ന് പറഞ്ഞൊരു തുണിക്കടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അവിടെ ഞങ്ങളുടെ ഷോയ്ക്ക് അവർ സാരി തന്നിട്ടുണ്ടായിരുന്നു ഷോ ചെയ്യാനായിട്ട് അവരുടെ സാരി വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ അവരുടെ ഷോപ്പിലും കൂടെ ഒന്ന് കയറിയായിരുന്നു. അവരുടെ വലിയൊരു ഷോപ്പാണ് ഗൈസ്. അവിടെ പോയപ്പോൾ ഞങ്ങളിതാ ഇതൊക്കെ ചെയ്ത് നോക്കി, തുണി ഇതൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഫസ്റ്റ് ഇങ്ങനെ അറിയാണ്ട് പറ്റിപ്പോയ കഴിച്ചത് അത് ഞാൻ അടിച്ചിട്ട് അത് ഒന്നുകൂടി ഇതാക്കണമായിരുന്നു. അതിന് മുമ്പ് ഞാൻ അടുത്തെടുത്ത് വെച്ചു കേസ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് താഴെ വീണായിരുന്നു. അത് സാരില്ല, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു വെച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുൾ അവിടെയും റൗണ്ട് അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. എൻ്റെ ബാക്കിൽ ഈ വൈറ്റ് എന്നിട്ടോ അന്ന് എനിക്ക് ഫുള്ളും പണിയിരിക്കും ഗൈസ്. ഫുള്ളും മേത്ത് എന്തെങ്കിലുമൊക്കെ അറിയും. അതേപോലെ കണ്ടില്ലേ ബാക്കിൽ ഇപ്പം ലിപ്സ്റ്റിക് ആയിരുന്നു. പിന്നെ അത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയ സ്ഥലത്ത് ഒരു മയിലും നിൽക്കണ്ടായിരുന്നു. ഫുഡാണെങ്കിൽ ഒന്നും പറയണ്ട, ശോകം ഫുഡായിരുന്നു ഗൈസ്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ ഏതൊരു കാട്ടിലേക്ക് പോയത് ഗൈസ്. ഒരു ചെറിയൊരു കാട്, അവിടെ മയിലുണ്ടെന്ന് പറഞ്ഞ് പോയത്. അവിടെ ഒരു മയിലും ഉണ്ടായിരുന്നില്ല ഗൈസ് സത്യത്തിൽ. പക്ഷെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല നല്ല സ്പോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. ആ സ്ഥലത്തൊരു പേര് എനിക്ക് കിട്ടുന്നില്ല ഗൈസ്. ഒരു പാടത്തിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ നല്ലൊരു അമ്പലം, പുഴ, അങ്ങനത്തെ വൈബൊക്കെ ആയിരുന്നു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ സെറ്റ് റീൽസൊക്കെ ഇതിനായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ ലാസ്റ്റ് ആയപ്പോഴാണ് ഗൈസ് ഞാനൊന്ന് ഓണായത്. അപ്പോൾ പിന്നെ ഫുൾ ഞാൻ ഇവിടെ കിടന്ന ഡാൻസ്, പാട്ട്, കൂത്ത് അത് ഇതൊക്കെയായിരുന്നു ഗൈസ്. കളക്കടം തള്ള കയറി പൊളിക്കുകയായിരുന്നു ഗൈസ്.